വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്നും ആശങ്കയുള്ള ഒരു വാർത്തയാണ് ഇപ്പോഴെത്തുന്നത്. പ്രകമ്പനം വിവിധ സ്ഥലങ്ങളിൽ പ്രകമ്പനം നേരിട്ടു. അത് എന്താണ് എന്ന് പരിശോധിക്കുകയാണ്. ഒപ്പം റവന്യൂ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തുണ്ട്, ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. ഒപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രസ്താവന കൂടി പുറത്തെത്തുകയാണ്. അത് ഭൂമി കുലുക്കം അല്ല എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട്, പക്ഷേ പ്രകമ്പനം സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്പോൾ ജിയോളജി വകുപ്പിൻ്റെ നിലപാട് കൂടി പുറത്തേക്കെത്തുകയാണ്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി തിയോഫിൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. തിയോഫിൻ, എന്താണ്, ഏതൊക്കെ പ്രദേശങ്ങളിലാണ്, ഏറ്റവും പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി കൂടി, ഇന്ന് ഏത് സമയത്തോടു കൂടിയാണ് പ്രകമ്പനം ഉണ്ടായത്, ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഈ പ്രകമ്പനം അനുഭവപ്പെട്ടത്? അജിംഷാദ്, പ്രധാനമായും വൈത്തിരി താലൂക്കിന് കീഴിലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ പ്രകമ്പനം അനുഭവപ്പെട്ടതായി ജനങ്ങൾ പറയുന്നത്. ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം കേട്ടതായാണ് പറയുന്നത്. നിലവിൽ വയനാട്ടിലെ ഒരു ഈ ദുരന്തത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ജനങ്ങൾ ആശങ്കയിലാണ്. എന്തായാലും വളരെ അത്തരത്തിലൊരു വലിയ ആശങ്ക വേണ്ട എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ഈ സാഹചര്യങ്ങൾ, അതായത് എന്താണ് ഈ ശബ്ദം ഉണ്ടാകാനുള്ള ഒരു ഇടയാക്കിയ സാഹചര്യമെന്ന ഇതുമായി ബന്ധപ്പെട്ട പഠിച്ച് റിപ്പോർട്ട് നൽകാനായി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. വൈത്തിരി താലൂക്കിൽ ഉൾപ്പെടുന്ന നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ശബ്ദം കേട്ടതായി ആളുകൾ പറയുന്നുണ്ട്. സുഗന്ധഗിരി എന്ന പ്രദേശത്തും അഞ്ചൂരാൻ വില്ലേജിൽ ഉൾപ്പെടുന്ന ചേട്ടുകുന്ന പ്രദേശത്തും വലിയ ശബ്ദം കേട്ടതായി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സ്ഥലത്തും വില്ലേജ് ഓഫീസർമാർ സ്ഥലം സന്ദർശിച്ച് ഇവരോട് ജനങ്ങളോട് കൂടി തേടി കൃത്യമായ വിവരം എവിടെയെല്ലാമാണ് ഉണ്ടായതെന്ന് കൃത്യമായി വിവരം നൽകാൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തും. അതോടൊപ്പം നെന്മേനി വില്ലേജിലെ പടിപ്പറമ്പ്, അമ്പുകുത്തി, അമ്പലവയലിലെ പ്രദേശങ്ങളിലും ഒക്കെ ഭൂമിക്കടിയിൽ നിന്നും ശബ്ദം കേട്ടതായി പറയുന്നുണ്ട്. ഈ വയനാട്ടിലെ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദമുണ്ടായി എന്ന് പറയുമ്പോൾ പോലും ജനങ്ങൾക്ക് ഇത് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലൊരു വലിയ ആശങ്കയ്ക്കുള്ള ഒരു ഇട നൽകേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക എന്നത് ഭരണകൂടത്തിനെ സംബന്ധിച്ചത് വലിയ വിഷയമാണ്. അതായത് ഈ തിയോഫിൻ, ഈ ദുരന്തം നടന്ന പ്രദേശത്ത് നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ അകലെയുള്ള പൊഴുതന അടക്കമുള്ള പ്രദേശത്ത് നേരത്തെ പ്രകമ്പനം, ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു എന്ന് നാട്ടുകാരടക്കം അവിടുത്തെ പൊതുപ്രവർത്തകരടക്കം കൈരളി ന്യൂസിനോട് പങ്കുവച്ചതാണ്. ഒപ്പം ഈ മറ്റ് പ്രദേശങ്ങളിൽ, ഇപ്പോൾ എടക്കൽ ഗുഹ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കൂടി ഇത്തരത്തിൽ പ്രകമ്പനമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല, ഈ ദുരന്തം നടന്ന പ്രദേശത്തിന് ചുറ്റുപാടാകെ ഇത്തരത്തിൽ പ്രകമ്പനം വ്യാപകമായി കേട്ടു. അത് ഇന്ന് രാവിലെയോടുകൂടിയാണോ ഇത്തരത്തിലുണ്ടാകുന്നത് തിയോഫിൻ? രാവിലെ 10:00-നും 11:00-നും ഇടയിലുള്ള സമയത്താണ് ഇത്തരത്തിലൊരു ഭൂമിക്കടി ശബ്ദപ്പെട്ടതായി പറയുന്നത്. തീർച്ചയായും പുഞ്ചിരിമട്ടത്തും, അതായത് ഈ ദുരന്തമുണ്ടായ പ്രദേശത്ത് നോക്കൂ, ഇപ്പോൾ നാം കാണുന്നത് പോലെ എടക്കൽ ഗുഹ, അമ്പലവയൽ, മഞ്ഞപ്പാറ തുടങ്ങിയ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ദുരന്ത ഭൂമിയിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് അകലെ മാത്രമാണ് ഈ പ്രകമ്പനം കേട്ടിരുന്നത്. പക്ഷേ ദുരന്ത ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ ദുരന്ത ഭൂമിയിൽ തന്നെയും പ്രകമ്പനം ഉണ്ടാകുന്നു എന്ന പുതിയ വാർത്ത കൂടിയുണ്ട്. അതായത് പുഞ്ചിരിമട്ടം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശം തന്നെയാണ്. അവിടെയും ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ നിന്നും പ്രകമ്പനം കേട്ടു. ഇവിടെ കാണുന്ന ഒരു കാര്യം, ജിയോളജി വകുപ്പ് ആ പ്രകമ്പനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് പറയുന്നത് ഇത് ഭൂമി കുലുക്കമല്ല, മറിച്ച് പ്രകമ്പനമാണ് എന്നുള്ളതാണ്. കാരണം ഭൂമി കുലുക്കത്തിനുള്ളൊരു സാധ്യത ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രകമ്പനം എന്നത് ഭൂമി കുലുക്കത്തിൻ്റെ അളവോളം തന്നെ പ്രാധാന്യമുള്ളതാണോ, അല്ലെങ്കിൽ അത്രയേറെ വലിയ ആശങ്കയ്ക്ക് സാധ്യതയുണ്ടോ? ഇതൊക്കെ ശാസ്ത്രജ്ഞരും വിദഗ്ധരും തുടർന്ന് പറയേണ്ടതാണ്. പക്ഷേ എന്തായിരുന്നാലും ഈ പ്രകമ്പനം നേരിട്ട സ്ഥലങ്ങളിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും സംസ്ഥാനം ഉടൻ ആക്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. ഒപ്പം റവന്യൂ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകളും മറ്റു കാര്യങ്ങളും പുരോഗമിക്കുകയാണ്. ആ അർത്ഥത്തിൽ ആശങ്ക വേണ്ട എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാവുന്നതാണ്. പക്ഷേ ഇത് ഭൂമി കുലുക്കമല്ല എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കുന്നു. ചില മാധ്യമങ്ങളൊക്കെ നൽകുന്ന പോലെ ഭൂമി കുലുക്കമാണ് എന്ന തരത്തിലുള്ള ഒരു വാർത്തയും വന്നിട്ടില്ല. ഭൂമി കുലുക്കമല്ല, ഇത് പ്രകമ്പനം മാത്രമാണ്. ഭീകരമായ ശബ്ദത്തോടു കൂടിയുള്ള ഒരു പ്രകമ്പനം ഭൂമിക്കടിയിൽ നിന്നുണ്ടാകുകയാണ്. പക്ഷേ അത് ഭൂമി കുലുക്കമല്ല, ഭൂമി കുലുക്കത്തിനുള്ള സാധ്യതയും ഈ ഘട്ടത്തിലില്ല. അതുകൊണ്ട് ആശങ്കയില്ല. പക്ഷേ എന്നിരുന്നാലും ഈ പ്രത്യേക സാഹചര്യത്തിൽ, ഈ പ്രത്യേക പരിസ്ഥിതിയിൽ അവിടെ ജനങ്ങളെ അടക്കം മാറ്റിപ്പാർപ്പിക്കുന്നതിലേക്കാണ് സർക്കാർ പോകുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് സ്ഥിതിഗതികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. വളരെ സൂക്ഷ്മമായി തന്നെ
നിരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ ആശങ്ക വേണ്ട എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാവുന്നതാണ്. എന്തായിരുന്നാലും ഇന്നിപ്പോൾ ഈ 10-നും 10:30-ക്കും ഇടയ്ക്കാണ് ഇത്തരത്തിൽ പ്രകമ്പനം വ്യാപകമായി ഈ ഉരുൾപൊട്ടിയ പ്രദേശത്തിന് സമീപങ്ങളിൽ അടക്കം നേരിടുന്നത്. ഈ പ്രകമ്പനം എന്നത് ഒരുപക്ഷെ വലിയ അർത്ഥത്തിലുള്ള ഒരു പ്രകമ്പനമായിരുന്നു. വലിയ ശബ്ദങ്ങൾ കേട്ടിരുന്നു. സ്വാഭാവികമായും ഉരുൾപൊട്ടിയ പ്രദേശമായതുകൊണ്ട് ആ അർത്ഥത്തിൽ ആശങ്ക ഉണ്ടാകാറുണ്ട്. പക്ഷേ ആശങ്കയ്ക്ക് വലിയ അർത്ഥത്തിൽ വകയില്ല. കാരണം ഇത് പ്രകമ്പനം മാത്രമാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം, അതായത് ആധികാരികമായ സ്ഥിരീകരിക്കാവുന്ന അധികൃതരുടെ വിവരം എത്തുന്നത്. പിന്നീട് മറ്റൊന്ന്, ഇന്ന് 10-നും 10:30-ക്കും ഇടയ്ക്കാണ് ഇത്തരത്തിൽ പ്രകമ്പനം ഉണ്ടാകുന്നത്. പക്ഷേ തെരച്ചിൽ ആ സമയത്ത് ഊർജിതമായി നടക്കുകയായിരുന്നു. കാരണം ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി ജനകീയമായ തെരച്ചിൽ, ജനങ്ങൾ, അവിടുത്തെ നാട്ടുകാർ, സ്ഥലവാസികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദൗത്യസംഘത്തിൻ്റെ തെരച്ചിൽ വ്യാപകമായി പുരോഗമിക്കുകയാണ്. അത് തുടർന്നുള്ള ദിവസങ്ങളിലും അത്തരത്തിൽ തെരച്ചിലുണ്ടാകും, ജനകീയമായ തെരച്ചിലുണ്ടാകും എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രിസഭാ ഉപസമിതിക്ക് വേണ്ടി പറയുകയും ചെയ്തു. ഇനി മറ്റൊരു കാര്യം, ഈ തെരച്ചിൽ നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പ്രകമ്പനം എത്തിയത് എന്നതാണ് അടിവരയിടേണ്ട മറ്റൊരു വസ്തുത. പക്ഷേ തെരച്ചിലിൽ പലയിടത്തും മൃതദേഹങ്ങൾക്കുള്ള സൂചനകൾ കണ്ടെത്തി. കാരണം ഗന്ധം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാട്ടുകാർ അവിടേക്ക് കേന്ദ്രീകരിക്കുകയും പിന്നീട് കെടാവർ നായയുടെ സഹായത്തോടു കൂടി അവിടെ എത്തി കൂടുതൽ പരിശോധന നടത്തുകയും ചെയ്തു. കെടാവർ നായയുടെ പരിശോധനയിൽ പിന്നീട് അവിടെ കൂടുതൽ സംശയം തോന്നിയെടുത്ത് മണ്ണ് മാന്തി യന്ത്രം പരിശോധിക്കുന്ന കാഴ്ചയും നാം കണ്ടു. ഇതിനിടയിലാണ് പെട്ടെന്ന് ഇങ്ങനൊരു പ്രകമ്പനം ഉണ്ടാകുന്നത്. തിയോഫിൻ ഒരിക്കൽ കൂടി ചേരുമ്പോൾ, തിയോഫിൻ, എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ ഈ പ്രകമ്പനവുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശങ്ങളിൽ എടുത്തത്? കാരണം ഈ സമീപ പ്രദേശങ്ങളിൽ മാത്രമല്ല, ദുരന്തം നടന്ന ഭൂമികയായ പുഞ്ചിരിമട്ടത്തും ഇത്തരത്തിൽ പ്രകമ്പനം നേരിട്ടു എന്നുള്ളതാണ്. തിയോഫിൻ, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി ഈ സ്ഥലങ്ങളിലേക്കെല്ലാം ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥരോടും ഒപ്പം റവന്യൂ ഉദ്യോഗസ്ഥരോടും വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവരോടും കൃത്യമായി തന്നെ ഈ സ്ഥലങ്ങളിൽ എത്തി പരിശോധന നടത്തി ജനങ്ങൾക്ക് അനുഭവം ഉണ്ടായത് എന്ന കാര്യം ജനങ്ങളോട് തേടിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണം. ഒപ്പം ജിയോളജി ഉദ്യോഗസ്ഥർ ഈ സ്ഥലം എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്, എപ്പോഴും ആദ്യം മുതൽ തന്നെ ഒരു സംശയം ഭൂകമ്പത്തിന്റെ ഒരു സാധ്യതയാണോ എന്നതാണ് ഒരു സംശയം. പക്ഷെ അതല്ല എന്ന് സ്ഥിരീകരിച്ചത്. പിന്നെ ഒരു സംശയം ബാക്കിയുള്ളത് സോയിൽ പൈപ്പിംഗ് ആണോ എന്നതും. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട എന്ത് തന്നെയായാലും ഈ പ്രതിഭാസം എന്താണ് എന്ന് കൃത്യമായി ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ പരിശോധന നടത്തിയ ശേഷം ഇക്കാര്യം ജില്ലാ ഭരണകൂടത്തിന് അറിയിക്കണം. അത് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക എന്നതിനാണ് ഇപ്പോൾ ഏറ്റവും പ്രധാന പരിഗണന നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ ശേഷം വിവരം അറിയിക്കും. ഇത് ഭൂചലനമോ ഭൂകമ്പമോ അല്ല എന്ന ഒരു റിപ്പോർട്ട് ആദ്യമേ തന്നെ വന്നിട്ടുണ്ട്. ഇനി മറ്റൊന്നുള്ളത്, ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മേഖലകളിൽ ഈ ഭൂചലനം ഉൾപ്പെടെ ഉണ്ടാകാറുള്ള പ്രദേശങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു ഊർജം, അതായത് ഒരു സ്ഥലത്തേക്ക് എനർജി മാറുന്ന ഒരു സാധനമാണ് എനർജി റിലീസിങ്. അത്തരത്തിലൊരു സംവിധാനമാണ് എന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. പക്ഷേ എന്തായാലും പരിശോധന നടത്തിയ ശേഷം തന്നെയാണ് കൃത്യമായ വിവരം ജനങ്ങൾക്ക് നൽകുക. കാരണം ഇത്തരത്തിലൊരു എനർജി റിലീസിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം അവിടെ നിരവധി ഡാമുകൾ തന്നെ ജലം സംഭരിക്കപ്പെട്ട ഭൂമിയിൽ വലിയ സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ പലപ്പോഴും ഈ എനർജി റിലീസിംഗ് എന്ന ഒരു പ്രതിഭാസം കണ്ടുവരാറുണ്ട്. അതിന് സമാനമായ രീതിയിൽ ഒരു പക്ഷേ ഈ മലകളുടെ ഒരു ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരിടത്ത് ഒരു എനർജി റിലീസിംഗ് അല്ലെങ്കിൽ എനർജി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്ന അത്തരത്തിലൊരു സംവിധാനം, ഈ ഭൂമിക്കുള്ള മർദ്ദം ഒരു സ്ഥലത്തേക്ക് റിലീസ് ആവുന്നതാകാം എന്ന ഒരു സംശയം കൂടിയുണ്ട്. ഒരു പക്ഷേ അത് തന്നെ ആകാം എന്നാണ്. എന്തു തന്നെയാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ കൃത്യമായ പരിശോധന നടത്തി അവർ പഠനം നടത്തി പറഞ്ഞ ശേഷം മാത്രമേ നമുക്കിത് കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ. അജിംഷാദ്, അതാണ് നേരത്തെ ഈ പ്രകമ്പനം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ കേന്ദ്രീകരിച്ച് നാം കാര്യങ്ങൾ നോക്കുമ്പോൾ ചില വിദഗ്ധർ, അതായത് രാജ്ഗോപാൽ കമ്മത്തിനെ പോലുള്ള വിദഗ്ധർ നമ്മോട് പങ്കുവച്ചതും തിയോഫിൻ പറയുന്നതിന് സമാനമായ കാര്യമാണ്. കാരണം ഇത്രയേറെ വലിയൊരു ആഘാതം ഉണ്ടായി ഭൂമിക്ക്, പ്രത്യേകിച്ച് അവിടെ വളരെ ഫ്രജൈലായ, വളരെ ദുർബലമായ പ്രദേശമെന്ന് കണക്കാക്കാവുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇത്രയേറെ വലിയൊരു ആഘാതമുണ്ടായ സ്ഥിതിക്ക് ഉണ്ടാകുന്ന എനർജിയുടെ റിലീസിങ് ഇത് തന്നെയാണ് പറഞ്ഞത്. കാരണം ഊർജ്ജം ഏതെങ്കിലും ഘട്ടത്തിൽ പുറത്തേക്ക് പോകേണ്ടതുണ്ട്, അതൊരു തത്വമാണ്. അപ്പോൾ സ്വാഭാവികമായും അത് ശബ്ദ തരംഗങ്ങളായി പുറത്തേക്ക് പോകുന്നതാണ്, അത് ഭൂമി കുലുക്കമല്ല എന്ന് ശാസ്ത്രജ്ഞനും പറയുന്നു. തുടർന്നാണ് ജിയോളജി വകുപ്പിൻ്റെയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ സ്ഥിരീകരണങ്ങൾ ആ അർത്ഥത്തിൽ വരുന്നതും.
തിയോഫിൻ. അത് തീർച്ചയായും അത്തരത്തിലൊരു ഒരു ഗമനത്തിൽ തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമാകേണ്ട അതായത് വ്യക്തമായി ലഭിക്കേണ്ട റിപ്പോർട്ട് എന്നത് ഉദ്യോഗസ്ഥരുടെ പരിശോധനയുടെ കൂടി അടിസ്ഥാനത്തിലാണ്. പ്രാഥമികമായി തന്നെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അതിനുവേണ്ടിയാണ് വളരെ തിടുക്കത്തിൽ തന്നെ ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസർമാരും വില്ലേജ് റവന്യൂ ഉദ്യോഗസ്ഥരും ഈ സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട്. മേൽമുടി എന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അതോടൊപ്പം മറ്റ് ആളുകളും എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്നും തത്സമയം നമുക്ക് റിപ്പോർട്ട് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മൾ. കാരണം ഇത് ഒരു ഏറെ ദൂരം സഞ്ചരിച്ചാണ് നമുക്ക് ഇവിടേക്ക് എത്താൻ കഴിയുന്നത്. ആളുകൾ ആശങ്കയിലുണ്ട്. ഈ ജനങ്ങളുടെ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉള്ള അതായത് ഇത് റിപ്പോർട്ട് ചെയ്ത് കൃത്യമായി ജനങ്ങളെ ആശങ്ക പരിഹരിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണിത്. അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. തത്സമയം തന്നെ നമുക്ക് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടിയുള്ള എന്താണ് തിയോഫിൻ, അതിലൊരു വ്യക്തതയായില്ല. തത്സമയം എന്ത് നൽകാനാകുമെന്നാണ്? തത്സമയം നൽകാൻ കഴിയും. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ഒപ്പം ചേർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ